മോനങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയിട്ടാ. കല്യാണത്തിന് നല്ല മിടുക്കനായിട്ടിരുന്നയാണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും അങ്ങ് ആടി കരിഞ്ഞു പോയി. എന്നാ പറ്റി? ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ? അത് പിന്നെ അമ്മ, അച്ഛന് വയ്യാതിരിക്കുകയാണല്ലോ. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഈ ഓടി നടന്ന് ചെയ്തതൊക്കെ. കല്യാണത്തിന്റെ കാര്യമൊക്കെ. കല്യാണത്തിന് പിന്നെ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ണം വെച്ചായിരുന്നു, നന്നായിട്ടിരിക്കാൻ വേണ്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഓട്ടമൊക്കെ കാരണം ക്ഷീണിച്ചു പോയതാ. ആ, ശരിയാ ശരിയാ. മോളെ, എന്നാ പിന്നെ റൂം കാണിച്ചു കൊടുത്തേ മരുമോന്. രണ്ടുപേരും പോയിട്ട് ഡ്രസ്സ് മാറാൻ നോക്കിട്ടാ. മോളെ, മരുമോനുള്ള ഡ്രസ്സ് അവിടെ അലമാരിൽ ഇരിപ്പുണ്ട് കേട്ടോ. അല്ലമ്മ, ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ അതിന് വേണ്ടി വാങ്ങിക്കാൻ പോയെ? അയ്യോ, മോൻ എന്തിനാ ഡ്രസ്സ് കൊണ്ടുവന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ചാലേ, പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ തന്നെ മരുമക്കൾക്ക് ഉള്ള ഡ്രസ്സ് ഞങ്ങൾ മേടിച്ച് വെക്കും. ഇപ്പം ഇവർക്ക് ഡ്രസ്സ് എടുത്തതിൻ്റെ കൂടെ 3-4 കോടി മോന് മേടിച്ച് വെച്ചായിരുന്നു. അതാകുമ്പോൾ ഇവിടെ മോന് വരുമ്പോൾ ഇവിടെ തുണി വേണ്ടേ, അല്ലാണ്ട് വീട്ടിൽ നിന്ന് എപ്പോഴും കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ടെന്നേ. മോളെ, പോയി 2 പേരും പോയി ഡ്രസ്സ് മാറി. ഞാൻ അപ്പോഴേക്ക് കഴിക്കാനെടുക്കാം കേട്ടോ. വേട്ടാ, ഡ്രസ്സ് മാറാം. അമ്മ എന്താ ഇവിടെ തന്നെ നിൽക്കണേ? ഉള്ളിലോട്ട് വാ. മരുമോൻ എന്തി? മരുമോൻ ചേട്ടൻ കുളിക്കാൻ പോയി. ഇടി പെണ്ണി, നിനക്ക് ബോധമില്ലേ? പണ്ട് നിന്റെ കല്യാണത്തിന് മുന്നേ നിന്റെ റൂമിലോട്ട് കയറി എനിക്ക് ഒരാളുടെയും അനുവാദം വേണ്ടായിരുന്നു. ഇനി അങ്ങനെയാണോ? മരുമോനില്ലേ റൂമില്? അയ്യോ, അങ്ങനെ ചോദിക്കാനും പറയാനൊന്നും കയറാൻ പാടില്ല. എടി, കുളിക്കാൻ കയറിയില്ലേ? മരുമോനെ തോർത്ത് അലമാരിൽ ഇരിപ്പുണ്ട്, ആ മൂലയ്ക്ക് ഇരിപ്പുണ്ട്. തോർത്തെടുത്ത് കൊടുക്കണേ. അത് ഞാൻ എടുത്തു കൊടുത്തോളാമേ. സോപ്പ് പുതിയ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മരുമോനുള്ള ബ്രഷും പേസ്റ്റും പുതിയതാകുമ്പോൾ മേടിച്ചിട്ട് അലമാരി വെച്ചിട്ടുണ്ട്. അത് നീ കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിന്റെ ആ ബ്രഷ് ഇടുന്ന സാധനം ഉണ്ടല്ലോ, അതിലേക്ക് എടുത്ത് വെക്കേട്ടോ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നയാ. നീയാ നോക്കി കണ്ട് പല കാര്യങ്ങളും ചെയ്യണ്ട കേട്ടാ. ബോധമില്ലാണ്ട് അവിടെ ഇവിടെ നിന്ന് വട്ടത്തിറങ്ങി ഇരിക്കരുത്. മരുമോന് നമ്മളോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നോടൊന്നും ഒട്ടും ചോദിക്കാൻ പറ്റത്തില്ല. നിന്നോട് ചോദിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നോക്കി കണ്ട് ചെയ്യേണ്ടത് നമ്മളാ കേട്ടോ. വാലടിച്ചോ. ഉപ്പുമുളകിന്റെ കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. എരിവ് കൂടുതലാണോ കുറവ് വേണോ അതൊന്നും അറിയത്തില്ലായിരുന്നു. രുചിക്കുറവുണ്ടോ? അയ്യോ അമ്മേ, നല്ല ഇഷ്ടമായി. ഇത്രയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാം അടിപൊളി കറിയായിരുന്നു. നല്ല സൂപ്പർ ഭക്ഷണം. അത് കേട്ടാൽ മതി. അമ്മയ്ക്ക് അങ്ങനെ ഒത്തിരി നന്നായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ മരുമോൻ വരുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അവിടുന്ന് ഇവിടുന്ന് ചോദിച്ച് യൂട്യൂബിൽ നോക്കിയാ ഞാൻ ഉണ്ടാക്കിയേ. എല്ലാം അടിപൊളിയായിരുന്നു അമ്മേ. അയ്യോ, ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടെ കഴിക്കാനുണ്ടായിരുന്നു. മോന് വേണ്ടി അമ്മ പ്രത്യേകം ഉണ്ടാക്കിയതാ കേട്ടോ. ഈ ക്യാരറ്റും ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ട് എന്തോ ഒരു സാധനം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയത്. അതും ഉണ്ടോ? ഞാനത് എടുക്കട്ടെ. നിങ്ങൾ ഇരിക്കും. പാവം അമ്മ. മരുമോൻ കിടക്കാൻ പോയോ? കിടക്കാൻ പോയി. എടി മോളെ, രാവിലെ എന്നെ മരുമോന് കഴിക്കാൻ വേണ്ടി ഞാനാണ് അതൊക്കെ ചോദിക്കാനും മറന്നുപോയി. അമ്മ എന്ത് വേണേ ഉണ്ടാക്കിയോ, ഏട്ടൻ എല്ലാം കഴിച്ചോളും. അങ്ങനെ ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിച്ചോളും. എല്ലാം കഴിക്കൂല്ലേ, സമാധാനം. ഇപ്പം എന്നിപ്പോൾ ഇറച്ചി മീനും ഒക്കെ അല്ലായിരുന്നോ രാത്രി കഴിച്ചേ? എന്നാൽ പിന്നെ രാവിലെ ഞാൻ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാം. മതിയോ? അപ്പവും മുട്ടക്കറിയും ശരിയാവില്ല. അത് ചേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ? എന്നാൽ പിന്നെ ദോശ ആയാലോ? ദോശ വേണ്ടമ്മേ. കല്യാണത്തിന് മുന്നേ ചേട്ടൻ എപ്പോഴും വിളിക്കും പറയാറുണ്ട്, ഏട്ടൻ്റെ അമ്മ എപ്പോഴും ദോശ ഉണ്ടാക്കുള്ളൂ, തിന്നൊന്നും മടുത്തിരിക്കുക. എന്നാൽ ഇടിയപ്പം ഉണ്ടാക്കാം അല്ലേ? ഇടിയപ്പം നൂല് വലിക്കണത് വേണ്ട, അത് ഇഷ്ടമില്ല. ഇഡ്ഡലി വേണ്ട, അത് വേണ്ട. പത്തിരി അതൊട്ടും വേണ്ട. ചപ്പാത്തി അതും വേണ്ടമ്മേ. നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നീ എന്താ ഉണ്ടാക്കാനാ? കഞ്ഞിയോ? പഴങ്കഞ്ഞി ഉണ്ടാക്കി തരട്ടെ? ഇതെന്നാ കഷ്ടമാണേ. എല്ലാം ചോദിച്ചാലും കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ ഉണ്ടാക്കി തരാനാ? എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേ ഉണ്ടാക്കിയോ. ഏട്ടനെ എല്ലാം ഇഷ്ടപ്പെടും. അമ്മ ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ, ഒന്നും പേടിക്കണ്ട. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി ചേട്ടൻ കഴിച്ചോളൂ. എടിയോളെ പറഞ്ഞിട്ട് കൂടി. ദൈവമേ, ഞാൻ നാളെ രാവിലെ എന്നാ ഉണ്ടാക്കുന്നു ആലോചിക്കുന്നു. ഒന്നും കഴിക്കത്തില്ല, എന്നാൽ എല്ലാം കഴിക്കുന്നുള്ളൊരു പേരും. ഇപ്പൊ എന്നാ ഉണ്ടാക്കും? ഞാൻ തന്നെ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിച്ചാലോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. എന്താട്ടാ, സ്വപ്നം കണ്ടോ? ഞാനേ അമ്മേനെ സ്വപ്നം കണ്ടു. അതൊരു വൃത്തിയായിട്ട സ്വപ്നം. നമ്മളിവിടെ കല്യാണം കഴിഞ്ഞ് ഞാനും നീ ഇവിടെ നിൽക്കുക. എനിക്ക് പേടിയാവുന്നു. എടി, വീട്ടിലൊന്ന് കള്ളന്മാര് കയറിയെന്ന് ഞാൻ സ്വപ്നം കണ്ടേ. എനിക്കെന്തോ ടെൻഷൻ ആവുന്നു. എന്തോ ഏട്ടാ ഉറക്കത്തിൽ തെളിയിട്ടിട്ട് പിച്ചും പേയൊക്കെ പറയുന്നേ? എടി, അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവോ? എന്റെ ചേട്ടാ, അങ്ങനെ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേനൊന്ന് വിളിച്ച് ചോദിക്കേ. അപ്പൊ ശരിയാവില്ലേ? വിളിച്ചു ചോദിച്ചാൽ അമ്മ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയത്തില്ല.
നമുക്ക് പോയാലോ? ഇത് വല്ലാത്ത കഷ്ടായല്ലോ. നിന്റെ നിർബന്ധപ്രകാരം 4 ദിവസം ഞാനിവിടെ നിക്കാൻ സമ്മതിച്ചേ. പക്ഷെ ഇതിപ്പോ എനിക്ക് പേടിയാവുന്നോട്ട്. നിങ്ങളെന്തിനാണ് ഇങ്ങനെ കരയണത്? അപ്പൊ ഞാനൊക്കെ എന്തോരം കരയണം? എന്നെ 10-25 കൊല്ലം ജീവിച്ച വീട്ടത്. ഈ വീട് വിട്ടിട്ടാ ഞാൻ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ. അപ്പൊ എനിക്ക് എന്തൊരു വിഷമം ഉണ്ടാവും എന്റെ അച്ഛനമ്മയും കാണാണ്ട്? ഒരു ദിവസം ഇവിടെ നിന്നപ്പോഴേക്കും എന്നെ കിടന്ന് കാണിച്ചു കൊണ്ടേ. നിങ്ങൾ കരയാണ്ടിരിക്കും, നാണം കെടുത്തല്ലേ ദൈവമേ. അമ്മയും അച്ഛനും കേട്ട എന്തൊരു നാണക്കേട്. മിണ്ടായിരിക്കും, പോവാ പോ. പണ്ടാരടങ്ങ മനുഷ്യനൊരു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാനുള്ള യോഗമില്ല. നീ നേരത്താണോ കല്യാണം കഴിക്കാൻ പോയി കിഴങ്ങൻ? ഞാൻ റെഡി ആവട്ടെ. നീ ഇപ്പൊ തന്നെ നിന്റെ അമ്മനെ വിളിച്ചിട്ടേ അവിടെ ആർക്കെങ്കിലും വയ്യാന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ എന്ത് പണ്ടാരെങ്കിലും പറഞ്ഞോളാം. മര്യാദക്ക് വേറെ റെഡിയാവാൻ നോക്ക്. അമ്മയും കൂടെ ഒന്ന് എഴുന്നേറ്റ് വന്നേ. അല്ല മരുമോനെ, അല്ല നിങ്ങളിത് എവിടെ പോവാ ബാഗൊക്കെ ആയിട്ട്? അമ്മ ഇപ്പൊ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന്റെ അമ്മയുടെ വകയിലെ ഇതൊരു അമ്മാവനുണ്ട്, നമ്മുടെ കല്യാണത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നാണ്. ഏട്ടൻ അതിനെന്തോ വയ്യാണ്ടായി, അവിടെ എങ്ങോട്ട് വീഴോ പിടിക്കോണ്ട് ചെയ്തിട്ട് അത് വയ്യാണ്ടായി. അപ്പൊ അത് സീരിയസ് പോലെയാണ്, പോയി കാണണം. അല്ല മക്കളെ, രാവിലെ പോയാ പോരെ, ഈ രാത്രിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? വകയിലൊരു ബന്ധുവല്ലേ. അത് പിന്നെ ചിലപ്പോ ഞങ്ങള് രാവിലെ അവിടെ എത്തുമ്പോഴേക്കും അത് തട്ടിപ്പോയാലോ. പോയല്ലേ പറ്റൂ ഇന്ന് തന്നെ. അമ്മ ഇങ്ങനൊരു അത്യാവശ്യം വന്നോണ്ടാട്ടോ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ 4 ദിവസം നിൽക്കാൻ വേണ്ടി തന്നെ വന്നേ. 4 മരുമോന് ഭാര്യ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. ഇനിയിപ്പോൾ ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല, വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോട്ടെ, സാരമില്ല, നിങ്ങൾ പിന്നെ ഒരു ദിവസം വന്നാൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, അവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ഇടി വാ. ശരി എന്നാ. ശരി അമ്മ. ശരി അമ്മ, വിളിക്കാം. പാവങ്ങള് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ.